ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് കുറേ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടുണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ അണ്ടർഗ്രൗണ്ട് വീടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ വീട് എങ്ങനത്തെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മുഴുവനായിട്ട് ഉണ്ടാക്കും, ചിലപ്പോൾ മുഴുവനായിട്ട് ഉണ്ടാക്കത്തില്ല. റിസോഴ്സ് തികഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. കയ്യിൽ ടൂൾസ് ആദ്യം എടുത്ത് നോക്കട്ടെ. പൊട്ടൻ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മൈൻക്രാഫ്റ്റ് പ്ലെയറിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേക്കേ, വെറുതെ ഇരിക്കട്ടെ. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ചെറിയ കുത്തിരിക്കില്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. കുറേ നാളായി വെളി കയറിട്ട് ഒന്നും അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ്. കുറച്ച് ഫുഡ് എടുക്കാം. എന്തൊക്കെ ഉണ്ടാക്കും? സോഡ്, ഒരാക്സ്, അപ്ലൈക്ക് തീർന്ന്, ഒരു പിക്കാക്സ്. ഞാൻ കുറേ നാളായി മൈൻക്രാഫ്റ്റിൽ കയറിയിട്ട്. വീഡിയോ ഇട്ടത് ഇടക്കൊരെണ്ണം ഇട്ട്. ഞാനങ്ങനെ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ കളിക്കുന്നില്ല. വേറെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിംസ് അല്ല, അല്ലാണ്ട് പുറത്തുനിന്ന് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഫുഡില്ല. ഫുഡ് തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്യണ്ട. ഇപ്പോൾ ടൂൾസ് ആയല്ലോ, ഇനി എവിടെ കൊണ്ട് വീടുണ്ടാക്കും? നമുക്ക് ഇതിന് നേരെയായിട്ട് ഇവിടെ ഉണ്ടാക്കിയാലേ. ഇവിടെ കുറച്ച് ഒരു ചെറിയ കുഴിയുണ്ട്. ഇത് മൊത്തം പൊളിച്ചാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. പോരവേ ഓക്കെ. അപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഇത്തിരി കുറച്ച് നമ്മുടെ ഡേട്ടൊക്കെ വെച്ചിട്ട് കറക്റ്റാക്കി ഇവിടെ സെറ്റാക്കാം. മിക്കവാറും പൊളിച്ചളയേണ്ടി വരും. പിന്നെ ഗൈസ്, ഞാനിത് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ ചെക്കൻ എവിടെ നിന്ന് ചാടി വന്ന്. ഇത് കഴിഞ്ഞ എപ്പിസോഡ് ഈ ചെക്കനെ കുറിച്ച് പറഞ്ഞാണ്, ഒന്നും ഓർക്കുന്നില്ല. കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് മറന്നുപോയി. ഇവനെനിക്ക് കിട്ടി, അത്ര തന്നെ. വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കിട്ടിയതാ. കുറച്ച് സാധാരണ കാണാനുമില്ല, പൊട്ടനായിപ്പോയി. കുറച്ചിടായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇല്ല ഒന്നും പോലും. ഇവിടെ ഒന്നും ഇല്ലേ? ഒരു സ്റ്റാക്കുണ്ട്. എന്നോടാ കളി. ഇവിടെ ഇത്രയും. പിന്നെ ഇവിടെ ഇത്രയും എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്നത് ഞാനാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വട്ടത്തിലാകാതിരുന്നാൽ മതി മുഞ്ചിലൊക്കെ. ഓക്കെ. ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തവരുണ്ടെ ലൈക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എല്ലാത്തിനും അടിച്ച് സാറിന് കൂടെ സീനാണ്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പോൾ കാണാവേ. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലത്തിൻ്റെ താഴെറങ്ങാനുള്ള ഒരു വരി, സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കുഞ്ഞു ഹാള് സംഭവം. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വീടുണ്ടാക്കാനായിട്ട് ആദ്യം 5 ബ്ലോക്ക് വേണ്ട. 1 2 3 4 വേണം. എന്നിട്ട് ഞാനിവിടെ മുമ്പ് ഒരു പ്ലാൻ വരച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും നോക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ വീടങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും സെറ്റാക്കിയിട്ടുണ്ട്.
ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ വെക്കും. എങ്ങനെയുണ്ട്? ഇതാണ് എൻട്രൻസ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് കമ്മിറ്റാണ്. ഇതാണ് ഫ്ലോർ. ഈ ഫ്ലോർ മാത്രമേ ഉള്ളൂ, ആകാശത്തൊന്നും ഇല്ല, അതെ ശരി മണ്ടക്കൊന്നും ഇല്ല. പിന്നെ ഈ മണ്ടക്ക് വെക്കാത്തൊരു കാരണം ഇതിന് ചെറിയ ഡൗട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ നമ്മുടെ മറ്റേ ഗ്ലാസ് ഫുള്ള് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഡയറക്റ്റ് പിന്നെ മണ്ടക്ക് മറ്റേ കുന്ന് പോലെ വെച്ചിട്ട് മരമൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. ഹൈഡ് ചെയ്യാനല്ല, മണ്ടക്ക് വെക്കണമെന്നല്ല, ഹൈഡ് ചെയ്യണമെന്നല്ല, പക്ഷെ അതൊരിതായിരിക്കും. അങ്ങനെ വെക്കണം. ഗ്ലാസ് വെക്കണം. ഗ്ലാസ് വെക്കുമ്പോഴുള്ള ഗുണം ഇവിടെ ലൈറ്റ് എനർജി, ഐ മീൻ നമ്മുടെ സൂര്യപ്രകാശം ഇവിടെ തട്ടുമ്പോൾ വെട്ടമടിക്കും. നമുക്ക് ടോർച്ചിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടെ. അപ്പോൾ അതാണ് എൻ്റെ ഐഡിയ. ഒക്കെ ഇതിലേത് വേണം എന്നും ഇല്ലെങ്കിൽ എന്തുവാ ഈ ഒരു ആർച്ച്, ഇവിടെ വല്ല ആർച്ചോ വല്ലതും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും ഒന്ന് എന്തുവാ എന്തൊരു മിസ്റ്റേക്ക് പോലെ എന്തുവാ, അയ്യോ ഇതിവിടെ പാടില്ല, ഉണ്ടാക്കിയപ്പോൾ എന്തോ സെറ്റ് ചെയ്ത. ഓക്കെ, ഇതിവിടെ വെച്ചിട്ട് ഇതിവിടെ നിന്ന് എടുത്തിട്ട് ഓക്കെ ഇതിപ്പോൾ സെറ്റായി. ഓക്കെ, അതിൽ ആർച്ച് പോലെ സെറ്റാക്കണമെന്നോ വല്ലതും ഉണ്ടെങ്കിൽ പറയണം. പിന്നെ എൻ്റെ ഷീൽഡ് പോയി, അയ്യോ എൻ്റെ ഷീൽഡ് പോയി. പണ്ടാരം പിടിച്ച പുതിയ മോബിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റേ ഇപ്പോൾ സോംബി എന്തുവാ മറ്റേ സാധനം ഉണ്ടല്ലോ, കുന്തം സ്പിയറും കൊണ്ട് ഇങ്ങനെ ഓടി വരും കുതിരപ്പുറത്ത്. ഒറ്റടി ചത്തു. കുതിരപ്പുറത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചത്തു. രാവിലെ ആയപ്പോൾ കുതിര കത്ത്, സോംബി കത്തില്ല. കാരണം സോംബി ഫുള്ള് ഗോൾഡ് ആർമറാണ്. അപ്പം അന്ന് എന്നെ കൊന്ന്. എനിക്ക് ഇത്ര സാധനങ്ങൾ ആവശ്യം ബാക്കി കിട്ടിയത്. എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്യുക. 200 സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടും, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ എപ്പോഴും വാച്ച് ചെയ്യണം. അപ്പോൾ ബൈ. See you tomorrow.